ഹായ് ജെയ്മെയിൻ 2025 ഫേസ് 1 മാത്സിലെ ജനുവരി 23 ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ നമ്പർ 48 ഓക്കെ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് ആർ ഡിഫൈൻഡ് എ റിലേഷൻ ആർ ഓൺ എക്സ് സച്ച് ദാറ്റ് a1, b1 റിലേറ്റഡ് ടു a2, b2 which implies b1 is equal to b2. ഓക്കെ, ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റ് 1 ആർ ഈസ് എൻ ഇക്വിവാലൻസ് റിലേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ഇതിൽ മെമ്പർ ആവാനുള്ള കണ്ടീഷൻ എന്താണ് നമ്മൾ ആദ്യം എന്താക്കണം അറിയണം. റെഡി അല്ലേ? ഇതിലേക്ക് മെമ്പർ ആവാനുള്ള കണ്ടീഷൻ, നമ്മുടെ ഈ റിലേഷനിൽ മെമ്പർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ശ്രദ്ധിക്കുക. a1, b1 ഈസ് റിലേറ്റഡ് ടു a2, b2 അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ്? b1 ഈസ് ഈക്വൽ ടു എന്താണ്? b2 ആവണം. ഓക്കെ അല്ലേ? അതാണ് ഇതിൽ മെമ്പർ ആവാനുള്ള കണ്ടീഷൻ. ക്ലിയർ ആയില്ലേ? b1 ഈസ് ഈക്വൽ ടു എന്താവുക? b2 ആവുക എന്നുള്ളതാണ് ഇതിൽ മെമ്പർ ആവാനുള്ള കണ്ടീഷൻ എന്ന് മനസ്സിലാക്കണം. റെഡി? ഇനി ഇക്വാലൻസ് റിലേഷൻ ആണോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ റിഫ്ലെക്സീവ് ആണെന്ന് നോക്കണം. റിഫ്ലെക്സീവ് ആണ് അല്ലേ? കാരണം എന്താണ്? a1, b1 ഈസ് റിലേറ്റഡ് ടു എന്താണ്? a1, b1 അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ b1 എന്താണ്? ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ അവരെന്താണ്? റിലേറ്റഡ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, എന്തുകൊണ്ടാണ്? ഓക്കെ, ഇത് റിലേറ്റഡ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ b1 ഈസ് ഈക്വൽ ടു എന്താണ്? b1 ആണ്. ഓക്കെ, b1 ഈസ് ഈക്വൽ ടു b1 ആണ്. അഥവാ ഇത് ഈ റിലേഷനിൽ മെമ്പർ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ആ ഓർഡേർഡ് പേരിലെ സെക്കൻഡ് എലമെൻറ്റ്സ് ഓക്കെ അഥവാ y കോർഡിനേറ്റുകൾ സെയിം ആവണമെന്നാണ്. നമുക്കറിയാം a1, b1 ഈസ് റിലേറ്റഡ് ടു a1, b1 അല്ലേ? കാരണം രണ്ടും എന്താണ്? y കോർഡിനേറ്റുകളും സെയിം ആണ്, റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, ഇനി മക്കളെ സിമെട്രിക് ആണോ ഇവൻ? അപ്പോൾ സിമെട്രിക് ആണെന്നെങ്കിൽ നമുക്ക് കണ്ടീഷൻ എന്താണ്? ശ്രദ്ധിക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കണം. അഥവാ a1, b1 വിൽ റിലേറ്റഡ് ടു ഓക്കെ a2, b2 അല്ലേ ആണെങ്കിൽ ഓക്കെ വിച്ച് ഇംപ്ലൈസ് അതായത് a2, b2 റിലേറ്റഡ് ടു എന്താണ്? a1, b1 ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക. a1, b1 റിലേറ്റഡ് ടു a2, b2 ആണെങ്കിൽ അല്ലേ നമുക്ക് a2, b2 റിലേറ്റഡ് ടു എന്താണ്? a1, b1 ആയിരിക്കണം അല്ലേ? അപ്പോഴാണ് അവൻ എന്താവുക? അവൻ സിമെട്രിക് ആവുക എന്ന് നമുക്കറിയാം. റെഡി അല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ? യെസ് ആണ്. ഓക്കെ, അഥവാ ഇഫ് ദിസ് വൺ അല്ലേ റിലേറ്റഡ് ടു ദിസ് വൺ ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? ഇവിടെ b1 ഈസ് ഈക്വൽ ടു എന്താണ്? b2 ആണ് അല്ലേ? എന്നാലേ ആ റിലേഷൻഷിപ്പിൽ മെമ്പർ ആവുകയുള്ളൂ അല്ലേ? നമുക്കറിയാം b1 ഈസ് ഈക്വൽ ടു b2 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് തിരിച്ചു പോയതാലോ b2 ഈസ് ഈക്വൽ ടു എന്താണ്? b1 ആണ്. എടാ റെഡി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ y അല്ലേ ഓർഡേർഡ് പേരിൽ രണ്ടിൻ്റെയും സെക്കൻഡ് എലമെൻറ്റ് എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇവൻ മെമ്പർ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവൻ മെമ്പറിലാണെങ്കിൽ റിലേഷനിലെ മെമ്പർ ആണെങ്കിൽ ഓക്കെ അഥവാ a1, b1 റിലേറ്റഡ് ടു a2, b2 ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? യെസ്, b1ഉം b2ഉം എന്തായിരിക്കും? ഈക്വൽ ആണ് അല്ലേ? ആ b1ഉം b2ഉം ഈക്വൽ ആണ്. നമുക്ക് എന്താ എഴുതാൻ പറഞ്ഞിട്ട് a2, b2 ഈസ് റിലേറ്റഡ് ടു എന്താണ്? a1, b1 എഴുതാം. ഓക്കെ, കാരണം എന്താണ്? അതാണ് b2ഉം b1ഉം ഈക്വൽ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവൻ എന്താണ്? സിമെട്രിക്കും ആണ്. ഇനി അടുത്ത് അവൻ റിഫ്ലെക്സീവ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? സോറി, അതിന് ട്രാൻസിറ്റീവ് ആണോ നമ്മൾ നോക്കണം. ഓക്കെ, ട്രാൻസിറ്റീവ് ആയുള്ള കണ്ടീഷൻ എന്താണ്? യെസ്, വാട്ട് ഈസ് ദാറ്റ്? ഇഫ് a1, b1 ഓക്കെ റിലേറ്റഡ് ടു എന്താണ്? a2, b2 ഓക്കെ ആൻഡ് ശ്രദ്ധിക്കുക a2, b2 ഈസ് റിലേറ്റഡ് ടു എന്താണ്? a3, b3 അല്ലേ? ദെൻ ഓക്കെ ദെൻ അങ്ങനെയാണെങ്കിൽ a1, b1 റിലേറ്റഡ് ടു എന്താവണം? a3, b3 ആവണം. ഓക്കെ അല്ലേ? ഇതാണ് കണ്ടീഷൻ. ആണോ എന്ന് നമുക്ക് എന്താക്കാം നോക്കാം. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ ഈ റിലേഷനിൽ മെമ്പർ ആവണമെങ്കിൽ എന്താണ്? സെക്കൻഡ് എലമെൻറ്റുകൾ ഈക്വൽ ആവണമെന്നുള്ള ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. റെഡി? അപ്പോൾ മക്കളെ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, ഇതാണെങ്കിൽ മീനിങ് എന്താണ്? യെസ്, b1 ഈസ് ഈക്വൽ ടു b2 ആണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇത് മെമ്പർ ആവണമെങ്കിൽ എന്താണ്? യെസ്, b2 ഈസ് ഈക്വൽ ടു എന്താണ്? b3 ആണ്. റെഡി അല്ലേ? ഇനി മക്കളെ ഇവൻ മെമ്പർ ആവണമെങ്കിൽ എന്താണ്? ശ്രദ്ധിക്കുക, ഈ b1ഉം b3യും ഈക്വൽ ആയാൽ മതി. ആണോ? യെസ് ആണ്. കാരണം b1 b2ക്ക് ഈക്വൽ ആണ്, b2 b3ക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്താക്കാം? b1 ഈസ് ഈക്വൽ ടു എന്താക്കാം? b3 എന്ന് പറയാം. എടാ ക്ലിയർ ആയില്ലേ? യെസ് അല്ലേ? അപ്പോൾ b1 b3ക്ക് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം എന്താണ്? റിലേറ്റഡ് ആണ് അല്ലേ? എന്തുകൊണ്ടാണ്? ഇവൻ ഈ കേസ് നമുക്ക് എന്ത് മനസ്സിലാക്കാം? b1 ഈസ് ഈക്വൽ ടു b2. ഈ കേസ് നമുക്ക് മനസ്സിലാക്കാം b2 ഈസ് ഈക്വൽ ടു b3. അപ്പോൾ സ്വാഭാവികമായിട്ടും b1ഉം b3യും എന്താണ് കുഞ്ഞുങ്ങളെ? ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് പരസ്പരം എന്താണ്? റിലേറ്റഡ് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ റിഫ്ലെക്സീവ് ആണെന്ന് മനസ്സിലായി, അതേപോലെ തന്നെ സിമെട്രിക് ആണെന്ന് മനസ്സിലായി, അതേപോലെ അവൻ ട്രാൻസിറ്റീവ് ആണെന്ന് മനസ്സിലായി. സോ ദ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? കറക്റ്റ് ആണ്. ആർ ഈസ് ആൻ ഇക്വിവാലൻസ് റിലേഷൻ. ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണോ? x, y റിലേറ്റഡ് ടു a, b then represents a line parallel to y is equal to x. ഓക്കെ, നോ, ഇറ്റ് ഈസ് റോങ്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഇവിടെ റിലേഷൻഷിപ്പ് നടക്കണമെങ്കിൽ എന്താണ്? y കോർഡിനേറ്റിൽ ഈക്വൽ ആവണം അല്ലേ? y കോർഡിനേറ്റിൽ ഈക്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? y ഈസ് ഈക്വൽ ടു എന്താവണം? b ആവണം.
ഓക്കെ വൈ ഇസ് ഇക്വൽ ടു ബി എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു എന്താണ് എക്സ് ആക്സിസ് ആണ് ഓക്കെ അല്ലേ ആൻഡ് ദാറ്റ് ഇസ് നോട്ട് പാരലൽ ടു എന്താണ് വൈ ഇസ് ഇക്വൽ ടു എക്സ് ഓക്കെ വൈ ഇസ് ഇക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെയാണ് ഓക്കെ വൈ ഇസ് ഇക്വൽ ടു ബി എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെയാണ് ഇവർ ഒരിക്കലും എന്താവില്ല പാരലൽ ആവില്ല സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് ഓക്കെ അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 എന്താണ് ഫോൾസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്താ പറയാം ഓപ്ഷൻ 2 ആണ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ അത്രയേ ഉള്ളൂ